ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ PDF ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു റീനസ് അക്കാഡമി 100 ഡേയ്സ് 100 ട്യൂട്ടോറിയൽസ്. ഫയൽ ഓട്ടോമേറ്റ് PDF പ്രസന്റേഷൻ. ബ്രൗസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തു വെച്ച ഇമേജസ് ആണ് വേണ്ടതെങ്കിൽ ആഡ് ഓപ്പൺ ഫയൽ കൂടെ കൊടുക്കാം. മൾട്ടിപ്പിൾ ഫയൽസ് വേണമെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് അതിന്റെ ഒരു കോപ്പി കൂടെ ഇവിടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഔട്ട്പുട്ട് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേജസും പ്രസന്റേഷൻ ആയിട്ട് നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യാം. മൾട്ടി പേജസ് സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഫോൾഡറിൽ വന്ന ശേഷം പേര് കൊടുത്ത് സേവ് ചെയ്യുന്നു. നമുക്ക് ഫുൾ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഫോർ പ്രിന്റിംഗ് കൊടുക്കാം. വാട്സപ്പിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ലോവർ സൈസ് മതിയെങ്കിൽ സ്മാളസ്റ്റ് ഫയൽ സൈസ് കൊടുക്കാം. ഇവിടെ കംപ്രഷൻ എന്ന് പറയുന്ന മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജസിന്റെ റെസൊല്യൂഷനും ഇവിടെ സെറ്റ് ചെയ്യാം. ഔട്ട്പുട്ടിൽ വരുന്ന സമയത്ത് കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമേജിന് നമ്മൾ കൊടുത്തിട്ടുള്ള കളർ സ്പേസ് തന്നെ ഇവിടെ ചൂസ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്യൂരിറ്റി ഓപ്ഷൻ ഉള്ളത്. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് ഷെയർ ചെയ്ത ആൾക്ക് മാത്രമേ ആ PDF ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പെർമിഷൻ പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റിംഗ് എഡിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. സേവ് PDF കൊടുക്കുക. പാസ്വേഡ് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ PDF. കണ്ടോ, പ്രിവ്യൂ അവൈലബിൾ അല്ല. ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ പാസ്വേഡ് ചോദിക്കും. ഇതാണ് നമ്മുടെ ഡോക്യുമെന്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.